അങ്ങനെ നമ്മൾ ഇന്ന് നമ്മുടെ ഈ സെക്ഷൻ ഒരുപക്ഷെ അവസാനിക്കും. സഭയുടെ പ്രബോധന അധികാരം 85-ാമത്തെ ഖണ്ഡികയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ലിഖിത രൂപത്തിലോ പാരമ്പര്യത്തിലോ ഉള്ള ദൈവവചനത്തെ അതിനെ ആധികാരികമായി വ്യാഖ്യാനിക്കാനുള്ള ധർമ്മം സഭയുടെ സജീവ പ്രബോധനാധികാരത്തിന് മാത്രമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് സഭ ഈ അധികാരം വിനിയോഗിക്കുന്നത്. അതായത് റോമാമെത്രാനായ പത്രോസിൻ്റെ പിൻഗാമിയോട് ഐക്യത്തിൽ വർത്തിക്കുന്ന മെത്രാന്മാരെയാണ് ഈ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉപവകുപ്പുകളായ 2032 മുതൽ 2040 വരെയുള്ള അതിൽ നമ്മളിപ്പോൾ അവസാനം എത്തിയിരിക്കുകയാണ് 2040. ഹല്ലേലൂയ. നമ്മൾ 2040-ാമത്തെ ഖണ്ഡികയിലേക്ക് വരുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഖണ്ഡികയാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ചില പദങ്ങളും ഇതിനകത്തുണ്ട്. അങ്ങനെ ക്രൈസ്തവരുടെ ഇടയിൽ സഭയോട് യഥാർത്ഥ പുത്രസഹജമായ ചൈതന്യം വികസിക്കും. പ്രൈസ് ദി ലോർഡ്. സഭയുടെ ഉദരത്തിൽ നമ്മെ ജനിപ്പിക്കുകയും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാക്കുകയും ചെയ്ത മാമോദീസ കൃപാവരത്തിൻ്റെ സ്വാഭാവികമായ വളർച്ചയാണ്. അത് നമ്മുടെ സകല പാപങ്ങളുടെയും മേൽ വിജയം നേടുകയും, പ്രൈസ് ദി ലോർഡ്, ഒന്നെല്ലാവരും പറഞ്ഞ്, നമ്മുടെ സകല പാപങ്ങളുടെയും മേൽ വിജയം നേടുകയും. പക്ഷേ എങ്കിലും നമ്മളിൽ ഇപ്പോഴും പാപമുണ്ട്. അതാണ് അതിൻ്റെ ഒരു രഹസ്യം. പക്ഷേ പാപത്തിന് നമ്മുടെ മേൽ ആധിപത്യമില്ല. പാപം നമ്മളിലുണ്ട്. എന്നാൽ ആ പാപത്തിന് നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കാൻ സാധിക്കാത്ത തരത്തിൽ ക്രിസ്തു നമ്മുടെ ആത്മാവിലേക്ക് മാമോദീസായിലൂടെ ജീവൻ പകർന്നിരിക്കുന്നു. സകല പാപങ്ങളുടെയും മേൽ വിജയം നേടുകയും. ആരാ വിജയം നേടിയേ? നമ്മളാണോ? അതാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ ആഴ്ച ക്രിസ്തുരാജൻ വിജയിച്ചു, കൊടി ഉയർത്തി. ക്രിസ്തുരാജൻ്റെ വിജയം എന്ന് പറയുന്നത് ഇവിടെയാണ്. അനുരഞ്ജന കൂദാശയിൽ പ്രത്യേകമാം വിധം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ കാരുണ്യം. ഓ ദൈവമേ, സഭ മാതൃസഹജമായ തൻ്റെ പരിപാലനയിൽ നമുക്ക് നൽകുന്നു. മാതാവാണ് സഭ ഒരമ്മയാണ്. ഒരമ്മയുടെ ദീർഘവീക്ഷണത്തോടെ അവൾ തൻ്റെ ആരാധനയിൽ കർത്താവിൻ്റെ വചനവും വിശുദ്ധ കുർബാനയാകുന്ന പോഷണം അനുദിനം സമൃദ്ധമായി നമുക്ക് നൽകുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. എന്തോ ഒരു മനോഹരമാണല്ലേ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരു പാരഗ്രാഫ് എടുക്കുമ്പോൾ ഒരു പഠന രീതിയാണ് കേട്ടോ. ഒരു പഠന രീതി എല്ലാവർക്കും ഓരോ. ആ പാരഗ്രാഫിൽ നമ്മൾ ഏറ്റവും സ്പർശിക്കുന്ന ഒരു വാക്ക് ആദ്യം എടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് മുകളിലോട്ടും താഴോട്ടും എല്ലാം നമ്മൾ സഞ്ചരിക്കുക. അപ്പോൾ ഈ പാരഗ്രാഫിൽ എന്നെ ഏറ്റവും സ്പർശിച്ചിരിക്കുന്ന വാക്കിതാണ് ഉദരത്തിൽ എന്നുള്ള വാക്കാണ്. സഭയുടെ ഉദരത്തിൽ. എന്താണ് സഭയുടെ ഉദരം? അപ്പോൾ ഇത് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം, സഭയുടെ ഉദരത്തിൽ നമ്മെ ജനിപ്പിക്കുകയും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാക്കുകയും ചെയ്ത മാമോദീസ. അതാണ്. അപ്പോൾ ഇത് 1263 മാമോദീസ. അപ്പോൾ ആ മാമോദീസയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഉദരം എന്ന് പറയുന്നത് അതിവിടെ
1263 എല്ലാ പാപങ്ങളും ഇവിടെ നമ്മൾ കേട്ടു. ആ അർത്ഥത്തിലായിരിക്കും 1263 എഴുതിയിരിക്കുന്നത്. എന്നാൽ എന്താണ് സഭയുടെ ഉദരം എന്ന് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് നീങ്ങുമ്പോൾ വളരെ ക്ലിയർ ആവും. നമ്മളുടെ പ്രത്യേകിച്ച് സീറോ മലബാർ ആരാധനാക്രമത്തിൽ മാമോദീസ ജലം ആശീർവദിക്കുന്നത് ഇപ്പം ഇവിടെ 1238 മാമോദീസയെക്കുറിച്ചുള്ള പ്രബോധനത്തിൽ 1238 മാമോദീസ ജലം റൂഹാഷണ പ്രാർത്ഥന കൊണ്ട് പവിത്രമാക്കപ്പെടുന്നു. ഈ സമയത്തോ അല്ലെങ്കിൽ ഉയർപ്പ് തിരുനാളിനൊരുക്കമായ ജാഗരണ സമയത്തോ അത് നടക്കുന്നു. മാമോദീസ മുങ്ങുന്നവർ ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നതിന് ആ ജലത്തിൻ്റെ മേൽ ദൈവം തൻ്റെ പുത്രനിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അയക്കുന്നതിനായി സഭ അവിടത്തോട് യാചിക്കുന്നു. അപ്പോൾ ഇതാണ് റൂഹാഷണ പ്രാർത്ഥന. ഇപ്പോൾ വിശുദ്ധ കുർബാനയിൽ ലത്തീൻ ആരാധനക്രമത്തിൽ വിശുദ്ധ കുർബാനയിലുള്ള റൂഹാഷണ പ്രാർത്ഥന ഇങ്ങനെയാണ്: പരമപരിശുദ്ധനായ പിതാവേ, സകല വിശുദ്ധിയുടെ ഉറവിടമേ, അങ്ങിൽ നിന്ന് യേശുക്രിസ്തു വഴിയായി തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ ഈ യാഗവസ്തുക്കളിൽ പരിശുദ്ധാത്മാവ് വന്ന് ഇതിനെ ശുദ്ധീകരിക്കണമേ. ഒരു പ്രാർത്ഥനയാണ്. മഞ്ഞുകണം പോലെ ഇതിൻ്റെ മേൽ വരണമേ എന്ന പോലെ തന്നെ മാമോദീസ ജലം ആശീർവദിക്കുന്ന സമയത്ത് സീറോ മലബാർ മാമോദീസായിൽ ആ ജലത്തെ ആ മാമോദീസയ്ക്ക് തൊട്ട് മുമ്പ് തന്നെ വൈദികൻ അതിൽ റൂഹാഷണ പ്രാർത്ഥന ചൊല്ലി ആശീർവദിക്കുന്നു. ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നതിനെ ഈ ജലത്തിൻ്റെ മേൽ പരമപരിശുദ്ധനായ പിതാവേ, പുത്രനിലൂടെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഈ ജലത്തെ സഭയുടെ ഉദരമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് നിങ്ങൾ മാമോദീസ സംസ്കാരം അല്ലെങ്കിൽ അത് നടത്തുന്ന സമയത്ത് ശ്രദ്ധിക്കണം. അത് വളരെ വലിയ ഒരു അനുഭവമാണ്. ആ സമയത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. ഈ ജലത്തെ അങ്ങയുടെ ഉദരമാക്കി മാറ്റണം, സഭയുടെ ഉദരമാക്കി മാറ്റണമേ. എന്തിനാണ്? ഈ ജലത്തിൽ നിന്നാണ് ഈ കുഞ്ഞ്, നമ്മുടെ മാതാപിതാക്കൾ, അവിടെ തലതൊട്ടപ്പനുണ്ട്, തലതൊട്ടമ്മയുണ്ട്, മാതാപിതാക്കളുണ്ട്. എന്നാൽ ആ മാതാപിതാക്കളിലൂടെ ബയോളജിക്കലായിട്ട് ശാരീരികമായി ജനിച്ച ഈ കുഞ്ഞിനെ ഇപ്പോൾ ഇതാ ഈ മാമോദീസ തൊട്ടിലിൽ ഉള്ള ഈ ജലത്തിൽ സഭയുടെ ഗർഭമാകുന്ന അല്ലെങ്കിൽ സഭയുടെ ഉദരമാകുന്ന, ആ വാക്ക് ഞാൻ തെറ്റായിട്ടാണ് പറയണതെന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നു. സഭയുടെ ഗർഭപാത്രം എന്ന് പറയാം. സഭയുടെ ഗർഭപാത്രം അല്ലെങ്കിൽ സഭയുടെ ഉദരമാകുന്ന ഈ ജലത്തിൽ നിന്നും വീണ്ടും ജനിക്കുന്നു. അപ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് ഈ വെള്ളത്തെ സഭയുടെ ഉദരമാക്കി മാറ്റിക്കൊണ്ട് ആ പരിശുദ്ധാത്മാവും ജലവും, പരിശുദ്ധാത്മാവ് ആ ജലത്തിന് വളരെയധികം അർത്ഥവ്യാപ്തി കൊടുക്കുന്നു. ആ ജലത്തിൽ മുക്കുന്നു അല്ലെങ്കിൽ ജലം ഒഴുക്കുന്നു. അങ്ങനെയാണ് ആ നമ്മെ ജനിപ്പിക്കുന്നത്, ക്രിസ്തുവിൽ നമ്മെ ജനിപ്പിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിലാണ് സഭയുടെ ഉദരത്തിൽ നമ്മെ ജനിപ്പിക്കുകയും. അപ്പോൾ ഇവിടെ എന്താണ് ഇനി അതിൻ്റെ ആത്മീയമായ അർത്ഥം? ആ ജലം പരിശുദ്ധാത്മാവിലൂടെ, അതാണ് ജലത്താലും പരിശുദ്ധാത്മാവിനാലും എന്ന് പറയുമ്പോൾ അവിടെ മറ്റൊരുപാട് അർത്ഥങ്ങളുണ്ട്.
അവിടെ നമ്മൾ ക്രിസ്തുവിൻ്റെ മരണത്തിൽ മുങ്ങുകയും ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൽ ഉയർക്കുകയും ചെയ്യുന്നു. അവിടെ ക്രിസ്തുവാകുന്ന വചനത്തിൽ മുങ്ങുകയും ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറയുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. ഇപ്പോൾ ഞാൻ ഓരോ സമയത്തും കുറച്ചൊക്കെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് മാമോദീസായെക്കുറിച്ച് കുറേയും കൂടി വിശദീകരിക്കണം. അതെന്തായാലും നമ്മൾ പഠിച്ചു വരുമ്പോൾ മാമോദീസായെക്കുറിച്ച് 100-100ഓളം പാരഗ്രാഫുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ആ സമയത്ത് ഞാൻ അത് വിവരിച്ചോളാം കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കണം. അപ്പോൾ ഇനി നമ്മളിവിടെ മനസ്സിലാക്കുന്ന മറ്റൊരു വശം, ഇത് സഭ എങ്ങനെയാണ് സഭ നമ്മുടെ അമ്മയാകുന്നതെന്നുള്ളതിൻ്റെ വലിയൊരു ബോധ്യമാണ്. സഭ നമ്മുടെ അമ്മയാണ്. അപ്പോൾ സഭ നമ്മുടെ അമ്മയാണെന്നുള്ള ഒരു ആത്മീയ അറിവ് നമുക്കുണ്ടാകണം. അതോടൊപ്പം ആ സഭ എന്ന് പറയുമ്പോൾ ഈ 2000 വർഷമായിട്ട് ആരംഭിച്ച ഈ സഭയുടെ എല്ലാ ട്രഷർ എന്നുള്ളതിന് എന്താ പറയുക, എല്ലാ നിധികളും എല്ലാ വിശുദ്ധരുടെയും കൂട്ടായ്മയാണ് നമ്മുടെ മറ്റൊരു വലിയ ശക്തി. നമ്മൾ സഭയെ കാണുമ്പോൾ ഇപ്പോൾ ടെമ്പറലായിട്ടുള്ള ചില സംഘടനാപരമായ ഒന്നല്ലേ ചിന്തിക്കരുത്. അതല്ലേ അല്ല. അവിടെയാണ് നമുക്ക് ഒരു മാറ്റം വരേണ്ടത്. സഭ എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും സഭയിൽ കണ്ടോ, സഭ അങ്ങനെ, ഈ സഭയിൽ എങ്ങനെ വിശ്വസിക്കണം, ഇതെങ്ങനെ, എന്ത് പറഞ്ഞുകൊണ്ടാണ് ഇതേമാതിരിയുള്ള അച്ഛന്മാർ അല്ലെങ്കിൽ ഇതേമാതിരിയുള്ള ബിഷപ്പ്മാർ അല്ലെങ്കിൽ ഇതേമാതിരിയുള്ള സഭയുടെ തത്വങ്ങളുള്ള സഭയെ നമ്മൾ എന്നും പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് വിട്ടുപോകുമ്പോൾ എന്തുകൊണ്ടാണ് സഭയുടെ ആ സമ്പത്ത്, സഭ ഒരമ്മയാണ് എന്നുള്ള ആ അമ്മയുടെ പൈതൃകം, ആ അമ്മയുടെ വലിയ നിധി നമ്മൾ കണ്ടെത്തും. അപ്പോൾ അതിൽ ഒരു വശം ഇതാണ്, അനേകം രക്തസാക്ഷികളുടെയും അനേകം വിശുദ്ധരുടെയും അനേകം പുണ്യവാന്മാരുടെയും എല്ലാ മാർപ്പാപ്പാമാരുടെയും എല്ലാ മെത്രാന്മാരുടെയും ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള എല്ലാ വൈദികരും അവർ അർപ്പിച്ച ബലികളും ഇതൊക്കെ സഭയുടെ സമ്പത്താണ്. ഞങ്ങൾ ഇവിടെ വിശുദ്ധ നമ്മുടെ ഇവിടുത്തെ ആരാധനാ കപ്പേളയ്ക്ക് വേണ്ടി ഒരു കാസയും പീലാസയും മേടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് തോന്നിയത് മേടിക്കണ്ട, നമുക്ക് പഴയത് എന്തെങ്കിലും ആരെങ്കിലും തരുമായിരിക്കും, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ ഞാനൊരു ധ്യാനം നടത്തുന്ന സ്ഥലത്ത് ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു, എനിക്കിങ്ങനൊരു ആഗ്രഹമുണ്ട്, ഞങ്ങൾക്ക് ചാപ്പൽ അനുമതി കിട്ടിയിരിക്കുന്നു, ഇവിടെ നമ്മൾക്ക് ഓരോന്ന് വേണമല്ലോ. ചിലവർ അതിന് പൈസ തരാമെന്നപ്പോൾ ഞാൻ പറഞ്ഞു പൈസ വേണ്ട. അപ്പോൾ അവിടെ 100 വർഷം പഴക്കമുള്ള ഒരു കാസയും പീലാസയും. അപ്പോൾ എന്താണ് അതിനകത്ത് നാം കാണുന്നത്? 100 വർഷമായിട്ട് പല വൈദികരും കുർബാന അർപ്പിച്ച ആ കാസയും പീലാസയും അത് ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇപ്പോഴുള്ള വിലയല്ല നമ്മൾ കാണുന്നത്, അതിന് വലിയ മിനുസൊന്നുമില്ല. അതിങ്ങനെ ഉപയോഗിച്ച് അത് കണ്ടാൽ അറിയാം അത് വളരെ നാൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൽ കാണുന്നത് എന്താ, 100 വർഷമായിട്ട് അനേകം വൈദികർ ബലിയർപ്പിച്ച് ഈശോയുടെ ശരീരവും രക്തവും എടുത്ത ഈ കാസയും പീലാസയും അതാണ് ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഒരാത്മീയ, അതൊരു ചെറിയ കാര്യമായിരിക്കും പക്ഷേ നമ്മൾ ആ 100 വർഷം ഈ ഒരു പാത്രം ദൈവം ഇതിനു വേണ്ടി ഉപയോഗിച്ചതിന് വളരെ വിലമതിക്കുന്നു. അതൊക്കെ നമ്മുടെ അകത്തൊരു സെറ്റപ്പ് മൈൻഡാണ്, നമ്മുടെ സഭയോടുള്ള സ്നേഹത്തിൻ്റെ ചെറിയ കാര്യങ്ങളാണത്. അപ്പോൾ സഭയോടുള്ള
യഥാർത്ഥ പുത്രസഹജമായ ചൈതന്യം വികസിക്കണം. പുത്രസഹജമായ, നമ്മൾ സഭയുടെ മക്കളാണ് എന്നുള്ള ഒരു അറിവ് നമുക്കുണ്ടാകുമ്പോൾ എല്ലാവരും മക്കളായിട്ട് നമ്മൾ കാണാനും സാധിക്കും നമുക്ക്. അപ്പോൾ സഭാമാതാവ് നൽകിയിരിക്കുന്ന പ്രബോധനം, സഭാമാതാവിൻ്റെ വാത്സല്യം, ഒരു അമ്മ മക്കൾ എന്തെല്ലാം തെറ്റ് ചെയ്താലും മക്കളെ അമ്മ സ്നേഹിക്കുന്നു, ആ മക്കളെ അമ്മ രക്ഷിക്കുന്നു, ആ മക്കളെ രക്ഷിക്കാനുള്ള എല്ലാം അമ്മ ചെയ്യുന്നു. എന്ന പോലെ സഭയുടെ ഒരു ദിവസം സഭയിൽ 500,000 യൂക്രിസ്റ്റിക് സെലിബ്രേഷൻ ഈസ് ഗോയിങ് ഓൺ എവറി ഡേ. മാർപ്പാപ്പ മുതൽ എല്ലാ കർദിനാളന്മാരും മെത്രാന്മാരും വൈദികരും ഉള്ള 500,000, മലയാളത്തിൽ പറയുമ്പോൾ 5 ലക്ഷം വിശുദ്ധ കുർബാന ഒരു ദിവസം അർപ്പിക്കപ്പെടുന്നു. ആ 5 ലക്ഷം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ സഭയോടുള്ള ആ സഭയുമായിട്ടുള്ള ബന്ധം ഒരു കത്തോലിക്കനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞ് നിങ്ങളെ ബോറടിക്കുമെന്ന് വിചാരിക്കരുത്. ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു സഭാപ്രബോധനം നിങ്ങൾ വായിച്ചിരിക്കണം. ഇത് ഞാൻ വീണ്ടും പറയുകയാണ്. ഏതെങ്കിലും, ഇപ്പോൾ ഏറ്റവും എളുപ്പം പരിശുദ്ധ പിതാവിൻ്റെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ ആനന്ദിച്ച് ആഹ്ലാദിക്കുവാൻ വളരെ സിമ്പിളാണിത്. ഇതിൽ പറയുന്ന ഒരു കാര്യമാണ്, ഒരു അമ്മച്ചി, 3 മക്കളുള്ളൊരു അമ്മച്ചി മാർക്കറ്റിൽ പോകുന്നു. അവർ പോണ വഴിക്ക് ഒരു സ്ത്രീ അവരോട് ചില കുശലം പറയാൻ വരുന്നു. അവരൊരു പരദൂഷണം പറയണ കേൾക്കുന്നു. അവർ പറഞ്ഞു, വേണ്ട, എനിക്ക് പരദൂഷണം പറയണ്ട, എനിക്കത് വേണ്ട എന്ന് തിരസ്കരിക്കുന്നു. അവർ അവളുടെ ജോലി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുന്നു, മക്കളെ പ്രാർത്ഥിപ്പിക്കുന്നു, അവൾ കൊന്ത ചെല്ലുന്നു, അവൾ മക്കളെ പഠിപ്പിക്കുന്നു. ഇതൊക്കെ ഇതിനകത്ത് എഴുതിയേക്കുന്ന കാര്യമാണ്. ഇത് നമ്മുടെ എല്ലാ കുടുംബത്തിലെ കാര്യമായിട്ട് തോന്നുന്നില്ലേ? അവളൊരു വിശുദ്ധയാണ്. കാരണം അവളെ ഏൽപ്പിച്ചിരിക്കുന്ന അവളൊരു അമ്മയാണ്. ആ അമ്മ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവൾ വിശ്വസ്തയോടെ ചെയ്യുന്നു. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, പലരും എന്നോട് ചോദിച്ചു, ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ PDF ഫയല്. നമ്മൾക്ക് എന്തോ കാരണം കൊണ്ട് ഒരുപാട് റീഡിങ് മെറ്റീരിയൽ അവിടുന്ന് ഇവിടുന്ന് എല്ലാം കിട്ടുന്നുണ്ട്. സഭയെക്കുറിച്ച് സമകാലീനമായിട്ടുള്ള, അതാണ് ഇന്ന് നമ്മളെ നയിക്കുന്ന സജീവ പ്രബോധന അധികാരം, അതായത് ഇന്ന് നമ്മളെ നയിക്കുന്ന മാർപ്പാപ്പ പറയുന്നത് നമ്മൾ കേൾക്കണം. അതിനു മുമ്പുള്ള മാർപ്പാപ്പമാരുടെ പ്രബോധനങ്ങളൊക്കെ നമുക്ക് വായിക്കാം. എന്നാൽ സജീവ പ്രബോധന അധികാരം അത് വളരെ പ്രത്യേകതയുള്ളതാണ്. ഇന്ന് മാർപ്പാപ്പ ഇപ്പോൾ നമ്മളെ നയിക്കാൻ വേണ്ടി, സഭയെ നയിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്ന മാർപ്പാപ്പ, ആ മാർപ്പാപ്പ മറ്റെല്ലാ മാർപ്പാപ്പമാരുമായിട്ട് ഒരു ആത്മീയ ഐക്യത്തിൽ തന്നെയാണ്. നമ്മൾ മാർപ്പാപ്പനെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇന്ന മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ അതിന് കാരണം അത് അങ്ങനെ ഒരു സ്നേഹം ഉണ്ടാകണമെങ്കിൽ ഈ മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത് വായിക്കണം. ഇത് കാരണം പലരും, നമ്മളിപ്പോൾ ഒരുപാട് അതിനെക്കുറിച്ച് പറയുന്നില്ല, കാരണം ഒരുപാട് പറഞ്ഞു കഴിഞ്ഞതാണ്. എങ്കിലും നിങ്ങളോട് ആരെങ്കിലും സഭയെക്കുറിച്ച് വേദനാജനകമായത് എന്തെങ്കിലും പറയുമ്പോൾ, മാർപ്പാപ്പയെക്കുറിച്ച് പറയുമ്പോൾ ഒരു ചെറിയ ചോദ്യം നിങ്ങൾ ചോദിക്കണം. സഭയുടെ ഈ കാലഘട്ടത്തിലെ, ഈ മാർപ്പാപ്പയുടെ കാലഘട്ടത്തിലെ ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയ ഏതെങ്കിലും ഒരു പ്രബോധനം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ആത്മാർത്ഥമായിട്ട് ചോദിക്കണം. അപ്പോൾ അത് ചോദിക്കണമെങ്കിൽ നമ്മൾ തന്നെ അത് വായിച്ചിരിക്കുകയും ചെയ്യണം.
അപ്പോൾ നമുക്ക് മനസ്സിലാകും അവർ വായിച്ചിട്ടില്ല. മനസ്സിലാവണം. ഒരു കത്തോലിക്കൻ എന്നുള്ള നിലയിൽ, കത്തോലിക്ക സഭയിലെ ഒരു അംഗം എന്നുള്ള നിലയിൽ എവിടെയാണ് ആ വചനം? പട്ടാളത്തിൽ ചേർന്ന ആൾ, പട്ടാള മേധാവിയുടെ 2 തിമോത്തി 2:4 നോക്കിയേ. 2 തിമോത്തി 2:4 പട്ടാളത്തിൽ ചേർന്ന ആൾ. ആ പട്ടാളത്തിൽ ചേർന്ന ആൾ അവിടെ ചേർന്നിട്ട് വേറെ കാര്യങ്ങളൊക്കെ നോക്കാൻ പാടുണ്ടോ? 2 തിമോത്തി 2:4 സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി സൈന്യത്തിൽ ചേർത്ത ആളിൻ്റെ ഇഷ്ടം നിറവേറ്റാനുള്ളതിനാൽ മറ്റ് കാര്യങ്ങളിൽ തലയിടാറില്ല. ഇപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ പ്രൊട്ടസ്റ്റൻ്റ് സഭ, അതും സഭയിൽ നിന്ന് അവരുടെ പുസ്തകങ്ങളും അവരുടെ മാർഗനിർദ്ദേശങ്ങളും ഒക്കെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കത്തോലിക്ക സഭയുടെ മക്കളായ നമ്മുടെ സഭ, ആ സഭാമാതാവിൻ്റെ കറണ്ട് പ്രബോധനം വായിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണോ ഇല്ലയോ? ഈ പോയിന്റ് വെച്ച് സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി, നമ്മളെ സൈന്യത്തിൽ ചേർത്ത ആൾ, നമ്മളെ മാമോദീസ നൽകി സഭയിൽ ചേർത്തിരിക്കുന്ന ആ ആള്, ആ സഭയുടെ, ആ അമ്മയുടെ കാര്യം നമ്മൾ അറിയണോ വേണ്ടയോ? ഒരു സിമ്പിൾ ലോജിക്. അപ്പം ഇത് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പറയാണ്. നിങ്ങൾ ഇത് വായിക്കണം. നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾക്ക് അഭിമാനം തോന്നും, നമ്മൾ എത്രത്തോളം ഭാഗ്യമുള്ളവരാണ്. ക്രൈസ്തവരുടെ ഇടയിൽ സഭയോട് യഥാർത്ഥ പുത്രസഹജമായ ചൈതന്യം വികസിക്കും. അത് വികസിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പൂർണ്ണമായത് വരുമ്പോൾ അപൂർണമായ അസ്തമിക്കും. അപ്പോൾ ആ പൂർണ്ണതയിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പ്രബോധനങ്ങൾ എല്ലാ ദിവസവും നമുക്ക് വാട്സപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ കിട്ടാവുന്ന സംവിധാനം വന്നിരിക്കുന്നു എല്ലാ ദിവസവും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വറ്റിക്കാൻ ന്യൂസ് മലയാളം, അങ്ങനെ ഒരു വറ്റിക്കാനിൽ നിന്നുള്ളൊരു സൈറ്റുണ്ട്. വറ്റിക്കാൻ സിറ്റിയിൽ നിന്ന് വറ്റിക്കാൻ സിറ്റി ഇംഗ്ലീഷ്, വറ്റിക്കാൻ സിറ്റി ജർമ്മൻ, വറ്റിക്കാൻ സിറ്റി മിക്ക ഭാഷകളിൽ, അതിൽ വറ്റിക്കാൻ സിറ്റി മലയാളം. അവിടെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട 1-2 വൈദികർ ഡെഡിക്കേറ്റഡ് ആയിട്ട് അവിടെ ഇരുന്നുകൊണ്ട് എല്ലാ ദിവസവും മാർപ്പാപ്പ പറയുന്ന കാര്യങ്ങൾ മലയാളത്തിൽ എവിടെയെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ആ സൈറ്റിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ ലിങ്ക് കിട്ടുന്നില്ലെങ്കിൽ, അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് നോക്കരുത്, ഗൂഗിളിൽ നോക്കണം, യൂട്യൂബിൽ പോയിട്ട് നോക്കരുത്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വറ്റിക്കാൻ ന്യൂസ് മലയാളം എന്ന് അടിച്ചാൽ ആ സൈറ്റിൽ കയറും. ആ ലിങ്ക് നിങ്ങൾ വയ്ക്കുക, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അത് നോക്കുക. ഓരോ ദിവസവും പ്രത്യേകിച്ച് ബുധനാഴ്ചകളിൽ മാർപ്പാപ്പ നൽകുന്ന സന്ദേശം, ഞായറാഴ്ചത്തെ രാവിലത്തെ പ്രസംഗം, ഞായറാഴ്ചയുള്ള കർത്താവിൻ്റെ മാലാഖ സമയത്തുള്ള സന്ദേശം, അതിനിടയ്ക്കുള്ള പ്രത്യേകമായി എല്ലാം മലയാളത്തിൽ എല്ലാ ദിവസവും അപ്ഡേറ്റാണത് വരുന്നുണ്ട്. ഇതാണ് ഏറ്റവും ബെസ്റ്റ് വേ നമുക്ക്. അതുകൊണ്ട് ആർക്കെങ്കിലും ആ ലിങ്ക് കിട്ടുന്നില്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് ഇടുക, ഞാൻ ആ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരാം. ഞാനിതൊക്കെ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഇതൊക്കെ ചെയ്യുന്നത് ഒരു 10 പേര് കൂടി സഭയെ ഒന്ന് സ്നേഹിക്കണത് കാണാനാണ്. മനസ്സിലായിട്ടുണ്ടോ? സഭയോടുള്ള സ്നേഹം കൊണ്ടുവരാൻ ഇതെല്ലാം വേണം. സഭ എന്താണ് ചെയ്യുന്നത്? സഭാ മാതാവ് ദിനരാത്രം എന്തെല്ലാം നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ മാർപ്പാപ്പ ഇത്രയും വയസ്സ് കാലത്ത് എല്ലാ ദിവസവും സന്ദേശങ്ങൾ നൽകുന്നു. ക്ഷമിക്കണം ഞാനിങ്ങനെ ഒരുപാട് പറയണതിൽ. പക്ഷേ ആ പുത്രസഹജമായ ചൈതന്യം വികസിക്കണം. ഇത് വികസിക്കണമെങ്കിൽ വേറെ എങ്ങും നമ്മൾ നോക്കണ്ട ആ മെസ്സേജ്. അത് നമ്മുടെ വർത്തമാന പത്രത്തിൽ വരുമ്പോഴേക്കും സംഭവം തരികടയാവുന്നുള്ളത് ഓർത്തോളണം. അതാണ് ഇന്നത്തെ കൾച്ചർ. ഇന്നത്തെ ന്യൂസ് ചാനല്, മീഡിയ എന്ന് പറഞ്ഞാൽ എങ്ങനെ അതിനകത്തൊരു എന്താ പറയുക, കുടുക്കുണ്ടാക്കി ആ വാർത്തയെ
സത്യാവസ്ഥ മാറ്റി ആളുകളെ സ്വാധീനിക്കുന്നതാക്കി മാറ്റണമെന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ അതിന് നമ്മൾ ഇരയായി തീരരുത്. അപ്പം ഇത് ഞാനിപ്പോൾ പറയുന്നത് എങ്ങനെ ഇത് വികസിക്കും? ഇത് വികസിക്കാനുള്ള ഒരു വഴിയാണിത്. സഭയോടുള്ള പുത്രസഹജമായ സ്നേഹം, ചൈതന്യം വികസിക്കണമെങ്കിൽ സഭ എന്താണ് ഇപ്പോൾ നമ്മളെ പഠിപ്പിക്കണതെന്നുള്ളത് നമ്മൾ അറിയണം. സഭയുടെ ഇന്നത്തെ കാഴ്ചപ്പാട് നമ്മൾ അറിയണം. അങ്ങനെ നമ്മളും സഭയുടെ ഒരു അവയവമാണ്. നമ്മൾ സഭയിൽ നിന്നും അകന്നല്ല. നമ്മുടെ അമ്മയാണ് സഭ. നമ്മൾ സഭയാകുന്ന സഭയുടെ ഉദരത്തിൽ ജനിച്ചതാണ് നമ്മൾ. ആ ഒരു ആത്മീയമായ ഒരു ബോധ്യം നമുക്കുണ്ടായി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര പവറാണ്. പവർ എങ്ങനെയാണ്? പവർ എന്ന് പറയുമ്പോൾ എന്താണ് പവർ? സഭയെന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്നതല്ല. 2000 വർഷത്തെ ചൈതന്യം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന 2000 വർഷം എത്ര മാർപ്പാപ്പന്മാർ സഭയിലുണ്ടായോ അവരെല്ലാം ഇപ്പോഴുണ്ട്. അവിടുന്ന് മരിച്ചവരുടെ അല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. അവിടത്തേക്ക് എല്ലാവരും ജീവിക്കുന്നവർ തന്നെ. അതെന്താ അതിൻ്റെ അർത്ഥം? അവിടത്തേക്ക് എല്ലാവരും ജീവിക്കുന്നവർ തന്നെ. 39 അച്ചോ 38 താങ്ക് യു 20:38 ഇന്നലെ എൻ്റെ ഒരടുത്ത ബന്ധുവിൻ്റെ അമ്മ മരിച്ചു. അപ്പോൾ ഞാൻ അവരെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മരിച്ചു എന്നല്ല വിചാരിക്കേണ്ടത്. ശരിയാണ്, ലാംഗ്വേജിൽ മരിച്ചു. പക്ഷെ എവിടെ ഇപ്പം അമ്മ സ്വർഗത്തിലാണ്. അമ്മ ദൈവത്തോടൊപ്പമാണ്. അമ്മയുടെ മരണം എന്ന് പറഞ്ഞാൽ ആത്മാവും ശരീരവും വേർപെടുന്നതിന് മരണമെന്ന് പറയുന്നു. ആ വ്യക്തി മരിച്ചിട്ടില്ല. പ്രൈസ് ദ ലോർഡ്. വ്യക്തി മരിച്ചിട്ടില്ല, വ്യക്തി ജീവിക്കുന്നു എന്ന് അതാണ് ഇവിടെ പറയുന്നത്. അവിടത്തേക്ക് എല്ലാവരും ജീവിക്കുന്നവർ തന്നെ. അതാണ് മോശയോട് പറഞ്ഞത്. അതാണ് ഇവിടെ പറയുന്നത്. അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമെന്നാണ് പറഞ്ഞത്. മരിച്ചവരുടെ ദൈവമെന്ന് പറഞ്ഞില്ല. പുനരുത്ഥാനത്തിൻ്റെ മക്കളെന്ന നിലയിൽ അവർ ദൈവദൂതന്മാർക്ക് തുല്യം. മോശ പോലും ഉൾപ്പടർപ്പിൽ വെച്ച് കർത്താവിനെ അബ്രാഹത്തിൻ്റെ ദൈവമെന്നും ഇസ്ഹാക്കിൻ്റെ ദൈവമെന്നും യാക്കോബിൻ്റെ ദൈവമെന്നും വിളിച്ചു കൊണ്ട് മരിച്ചവർ ഉയർക്കുമെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. കണ്ടോ? എന്തുകൊണ്ടാണ് അബ്രാഹത്തിൻ്റെ ഇസ്ഹാക്കിൻ്റെ യാക്കോബിൻ്റെ ദൈവം എന്ന് പറഞ്ഞത്? അബ്രാഹം, ഇസ്ഹാക്ക്, യാക്കോബ് ജീവിക്കുന്നു. ഭയങ്കര കാഴ്ചപ്പാടാണ്. അപ്പോൾ സഭ എന്ന് പറഞ്ഞാൽ ഈ യേശുക്രിസ്തുവിൽ തുടങ്ങി എല്ലാ അപ്പസ്തോലന്മാരും എല്ലാ രക്തസാക്ഷികളും അവർ മരിച്ചു എന്ന് നമ്മൾ പറഞ്ഞാലും അവരുടെ മരണം അവരുടെ ഈ ജീവിതത്തിൻ്റെ യാത്ര കഴിഞ്ഞു. അവർ നിത്യജീവിതത്തിലേക്ക് പ്രവേശിച്ചു. അവർ ജീവിക്കുന്നു. എവിടെ ജീവിക്കുന്നു? എങ്ങനെ ജീവിക്കുന്നു? നിത്യജീവിതത്തിലും ജീവിക്കുന്നു. അതാണ് കൊച്ചുത്രേസ്യ പുണ്യവതി മരിക്കുന്ന സമയത്ത് അടുത്ത് നിന്നവരെല്ലാം കരഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾ കരയല്ലേ? ഞാൻ ഇതിനു വേണ്ടിയല്ലേ പ്രാർത്ഥിച്ചൊരുങ്ങിയത്? ഞാൻ മരിക്കുകയല്ല, നിത്യജീവനിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത് നമ്മുടെ ചവറ കുര്യാക്കോസ് അച്ഛൻ ഇത് തന്നെയാണ് പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. ഇതാണ് എല്ലാവരും. എൻ്റെ അപ്പൻ മരിക്കുന്ന സമയത്ത് എൻ്റെ മടിയിൽ കിടന്നാണ് മരിച്ചത്. കൃത്യമായിട്ട് വളരെ അറിവോടുകൂടി അപ്പൻ പറയുന്നു, ദൈവമേ, എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് 3 പ്രാവശ്യം പറഞ്ഞു. ആ ആത്മാവ് അങ്ങ് പോണത് ശരിക്കും എനിക്കങ്ങ് മനസ്സിലാവുകയാണ്. ശരിക്കും ആത്മാവ് അങ്ങ് പോവുകയാണ്. ശരീരം സാവധാനം തണുത്തു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, സഭ എന്ന് പറഞ്ഞാൽ ഇന്ന് ജീവിക്കുന്ന കുറേ വ്യക്തികൾ അല്ല. ഈ ഈശോയുടെ കാലം മുതൽ അല്ലെങ്കിൽ അതിനു മുൻപും അബ്രാഹാം എല്ലാം സഭയിലുണ്ട്. അവരെല്ലാം സഭയിലുണ്ട്. ആദം സഭയിലുണ്ട്. അബ്രാഹാം സഭയിലുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞായിരുന്നു, അബ്രാഹത്തിനെ ദൈവം വിളിച്ചപ്പോൾ തന്നെ നിന്നെ ഞാനൊരു ജനതയാക്കും എന്ന് പറഞ്ഞത് ഈ വരാനിരിക്കുന്ന സഭയെക്കുറിച്ചാണ്.
നിന്നെ ഞാനൊരു ജനതയാക്കും. അബ്രാഹത്തിനൊരു പ്രൈവറ്റ് തറവാടാണോ അവിടെ ഉദ്ദേശിക്കണത്? നീ ആകാശത്തിലേക്കൊന്ന് നോക്കൂ, ഈ നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണാമോ? ഓ ഇല്ലില്ല. എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു, ഈ നക്ഷത്രങ്ങളെപ്പോലെ നിനക്ക് ഞാൻ മക്കളെ തരും. നിങ്ങൾ ഓരോരുത്തരും നോക്കൂ, എന്നിട്ട് നിങ്ങൾ പറയൂ, അന്ന് അബ്രാഹത്തിന് കാണിച്ചു കൊടുത്ത നക്ഷത്രത്തിൽ ഒന്നാണ് ഞാൻ. നിങ്ങൾ ഓരോരുത്തരെയും അന്ന് ദൈവം അബ്രാഹത്തിന് കാണിച്ചു കൊടുത്ത ഓരോ നക്ഷത്രങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും നക്ഷത്രങ്ങളാണ്. ഹല്ലേലൂയ. അതോടൊപ്പം കൊച്ചു ത്രേസ്യായും അമ്മ ത്രേസ്യായും ജോൺ ഓഫ് ദ ക്രോസും ജോൺ പോൾ രണ്ടാമനും അങ്ങനെയുള്ള വലിയ വലിയ നക്ഷത്രങ്ങളും അതിനിടയ്ക്കുണ്ട്. എല്ലാ മാർപ്പാപ്പമാരും എല്ലാ രക്തസാക്ഷികളും എല്ലാ മാതാപിതാക്കളും, നമ്മുടെ മാതാപിതാക്കളൊക്കെ സ്വർഗത്തിൽ വിശുദ്ധരായിട്ട് അവിടെ ഉണ്ട്. അങ്ങനെയുള്ള ആ സഭ എന്ന് പറയുമ്പോൾ ആ സഭയുടെ വിജയസഭ, സഹനസഭ, സമരസഭ, ഈ സഭയുടെ വേറെ തലങ്ങളെല്ലാം നമ്മളങ്ങ് മനസ്സിലാക്കണം. അങ്ങനെയുള്ള ആ സഭ മാതാവിൻ്റെ മക്കളാണ് നമ്മൾ. എന്താ വിചാരിച്ചേക്കണേ? നമ്മളെക്കുറിച്ച് എന്താ വിചാരിച്ചേക്കണേ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കുര്യൻ ജോസഫ് സാറേ, ഹല്ലേലൂയ. നക്ഷത്രം ഓരോ നക്ഷത്രങ്ങളാണ്. അപ്പോൾ അബ്രാഹത്തിനോട് പറഞ്ഞത് നമ്മൾ ഈ രീതിയിൽ കാണണം. അതാണ് ഇതാ വരുന്ന വചനം ഗലാത്യർ ആരും എഴുതിയില്ല. ഗലാത്യർ 3:29. ഗലാത്യർ 3:29. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിൻ്റെ സന്തതികളാണ്. 29. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിൻ്റെ സന്തതികളാണ്, വാഗ്ദാനമനുസരിച്ചുള്ള അവകാശികളാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിൻ്റെ. അപ്പോൾ സഭ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങ് അറ്റം ചിന്തിക്കണം. അബ്രാഹത്തിനോട് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു ജനതയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹമാക്കും, നിന്നിലൂടെ ലോകത്തിലെ സകല രാജ്യങ്ങളും അനുഗ്രഹിക്കപ്പെടും, നിന്നെ ഒരു ജനതയാക്കും. അത് സഭയുടെ ആരംഭമാണത്. ആ സഭ ഇന്ന് ഇത്രയും വളർന്ന് പന്തലിച്ച് മുടിചൂടി നിൽക്കുന്ന മണവാട്ടി. അപ്പോൾ ഇതെല്ലാം സഭയോടുള്ള യഥാർത്ഥ പുത്രസഹജമായ ചൈതന്യം വികസിക്കാൻ. അപ്പോൾ നമ്മൾ ഇത്രയും പേരെങ്കിലും ഞാൻ വീണ്ടും നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങൾ ഈ മാർപ്പാപ്പയുടെ ഏതെങ്കിലും ഒരു പ്രബോധനമെങ്കിലും വായിച്ചിരിക്കണം. അതിനകത്ത് ഏറ്റവും നല്ലത്, എളുപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഈ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ എന്നത് ഞാൻ അയച്ചാം. അത് നിങ്ങൾ വായിക്കണം. അതിൻ്റെ കുറച്ച് കാശ് കൊടുത്ത് പ്രിൻ്റ് എടുത്ത് വെച്ചാലും പ്രിൻ്റ് എടുത്തൊരു ഫയലായിട്ട് വയ്ക്കൂ. അപ്പോൾ നമുക്ക് അതിനകത്ത് കളറൊക്കെ ചെയ്ത് കുറിക്കൊക്കെ ചെയ്ത് അതിനകത്ത് മാർക്കൊക്കെ ചെയ്യാൻ എളുപ്പമായിരിക്കും. അത് പ്രിൻ്റ് ഔട്ട് എടുക്കാം. അത് എത്ര പേജുണ്ട്? അധികം പേജൊന്നുമില്ല, ചെറുതാണ്. 100 പേജുള്ളൂ. 100 പേജിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കണം. ഡബിൾ സൈഡ് എടുക്കുകയാണെങ്കിൽ 50 പേപ്പർ കൊണ്ട് അടിക്കും. ഏതെങ്കിലും ഒരു കോപ്പി ഷോപ്പിൽ കൊടുത്ത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഒരു ഫയലാക്കി വെച്ചിട്ട് അത് വായിച്ചിട്ട് അതിനകത്ത് കളറൊക്കെ ചെയ്ത് അതിനകത്ത് വരച്ച് അതിൻ്റെ ആ വചനമൊക്കെ നോക്കി അങ്ങനെ പഠിക്കണം അത്. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വികസിക്കും. കാരണം നമ്മുടെ റൈറ്റാണത്. കാരണം നമ്മൾ ഈ സഭയുടെ ഉദരത്തിൽ നമ്മെ ജനിപ്പിക്കുകയും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാക്കുകയും ചെയ്ത മാമോദീസ. ഇനി അടുത്തത് കൃപാവരത്തിൻ്റെ സ്വാഭാവികമായ വളർച്ചയാണത്. അതാണ് മാമോദീസയിലൂടെ കൃപയ്ക്കുമേൽ കൃപ ചൊരിഞ്ഞു. ഒന്ന് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 16-17 വചനങ്ങൾ എന്താ പറയണത്? അവൻ്റെ പൂർണ്ണതയിൽ നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. നിയമം മോശ വഴി വന്നു, കൃപയും സത്യവുമാകട്ടെ യേശു വഴി വന്നു.
അങ്ങനെ യേശുക്രിസ്തുവിലൂടെ ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് എന്ത് ലഭിക്കുന്നു? കൃപ ലഭിക്കുന്നു. കൃപാവരത്തിൻ്റെ സ്വാഭാവികമായ വളർച്ചയാണത്. നമ്മുടെ സകല പാപങ്ങളുടെയും മേൽ വിജയം നേടിയിരിക്കുന്നു. ഇത് വിശ്വസിക്കുക. ഞാനിപ്പോഴും ഒരു പാപിയാണ്. നമ്മളെല്ലാ ദിവസവും കുർബാനയിൽ നമ്മൾ ആരംഭത്തിൽ തന്നെ, അല്ലെങ്കിൽ സീറോ മലബാർ കുർബാനയിൽ അനുരഞ്ജന ശുശ്രൂഷയിൽ ഞാൻ പാപിയാണ്, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണേ, നമ്മളെല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു. നമ്മൾ മാത്രമല്ല, മാർപ്പാപ്പയും പറയുന്നു ഞാനും പാപിയാണ്. ആ പാപബോധം നമുക്കുണ്ടാകണം. എന്നാൽ അതേ സമയത്ത് നമുക്ക് വേറൊരു ബോധമുണ്ടാകണം. നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരാണ്. നമ്മുടെ സീറോ മലബാറിലെ റുഹാക്ഷണ പ്രാർത്ഥന അതാ, കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ, നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടെ നിന്ന് ആവസിച്ച് അതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. അടുത്തത് കേട്ടോട്ടോ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കണ്ടോ, അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ അതാണ് പ്രത്യാശ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സഭയിൽ സകല പാപങ്ങളുടെയും മേൽ വിജയം നേടിയിരിക്കുന്നു. അനുരഞ്ജന കൂദാശയിലും പ്രത്യേകമാം വിധം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ കാരുണ്യം. അപ്പോൾ നമ്മൾ കുമ്പസാരത്തിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും ദിവ്യകാരുണ്യവും കൃപയും നമ്മൾക്ക് ലഭിക്കുന്നു. ഒരമ്മയുടെ സഭ മാതൃസഹജമായ തൻ്റെ പരിപാലനയിൽ നമുക്ക് നൽകുന്നു. ഒരമ്മ, അതാണ് മാർപ്പാപ്പ പറയുന്നത്. ആദ്യം തന്നെ മാർപ്പാപ്പ വന്ന ഉടനെ ഉണ്ടായ ഒരു സംസാരമാണ്. മാർപ്പാപ്പ പറഞ്ഞു, സഭ ഒരു 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 ബേബി സിറ്റർ അല്ല. ബേബി സിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടികളെയൊക്കെ നോക്കാൻ വേണ്ടി നമ്മളൊരു സഹോദരിയെ ഏർപ്പെടുത്തിയിരിക്കുന്നു. ആയ എന്ന് പറയാം. ബേബി സിറ്റർ അല്ല. ബേബി സിറ്റർ എന്ത് ചെയ്യുന്നു? ബേബി സിറ്റർ കുഞ്ഞിനെ ഉറക്കുന്നു. എന്നിട്ട് അത് ജോലിയെല്ലാം ചെയ്യാം, അല്ലെങ്കിൽ അത് സിനിമ കണ്ടിരിക്കും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും കുഞ്ഞിനെ ഒന്ന് ഉറക്കണം. അങ്ങനെയല്ല, സഭ ഒരമ്മയാണ്. കുഞ്ഞിന് ജന്മം നൽകുന്ന അമ്മയാണ്. പ്രൈസ് ദി ലോർഡ്. എന്തൊരു വലിയ കാഴ്ചപ്പാടാണ്. സഭ ഒരു ബേബി സിറ്റർ അല്ല, നമ്മളിങ്ങനെ ഉറക്കി കിടത്തണം. അതാണ് കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്നത്. നമ്മളുള്ള ആൾക്കാരൊക്കെ മതി, ഇനി പുതിയ ആൾക്കാരൊന്നും വേണമെന്നില്ല. നമ്മളുടെ സഭയെ സംരക്ഷിക്കണം. നമ്മുടെ പ്രോപ്പർട്ടി, പള്ളി പരിഷത്ത് അല്ലെങ്കിൽ ആ പള്ളി കൂട്ടായ്മ, നമ്മളുടെ സ്വത്തും ഇതൊക്കെ സംരക്ഷിച്ച് നമ്മളിങ്ങനെ ഇരിക്കണം. അല്ല, നമ്മളിങ്ങനെ നമ്മുടെ സമ്പത്തിനെ സംരക്ഷിച്ച് എങ്ങും പോകാണ്ടിങ്ങനെ കൂട്ടിച്ചേർത്ത് വെക്കുന്ന ഒരു സംവിധാനമല്ല സഭ. അങ്ങനെ എല്ലാത്തിനെയും ഉറക്കുന്ന ഒരു സംവിധാനമല്ല. ജീവൻ കൊടുക്കുന്ന അമ്മയാണ് സഭ വൈബ്രന്റ്. സഭ അതുപോലെ വൈബ്രന്റ് ആകണമെങ്കിൽ ആ മാതൃസഹജമായ തൻ്റെ പരിപാലനയിൽ നമുക്കറിയാം. നമ്മുടെ എല്ലാ മാതാപിതാക്കൾ, എൻ്റെ അമ്മ 10 പ്രസവിച്ചു, 10 കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. അപ്പോൾ ഇന്നലെ ആരോ എന്നോട് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ മോള് പ്രസവിച്ചുവെങ്കിലും കൊച്ചിന് ഭയങ്കര. ഞാൻ പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട, നമ്മളിപ്പോഴല്ലേ എല്ലാത്തിനും ഉടനെ കൊമ്പും കോലമൊക്കെ വെച്ച് നോക്കുന്നു. നമ്മളും പറഞ്ഞപ്പോൾ ഈ കൊമ്പും കോലമൊക്കെ വെച്ച് ആരെങ്കിലും നോക്കിയോ നമ്മളെ? കർത്താവിനറിയാം, കർത്താവാണ് ഈ കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത്. ആ കർത്താവ് ആ കുഞ്ഞിനെ സംരക്ഷിക്കും. ഒരമ്മയുടെ ദീർഘവീക്ഷണത്തോടെ. അതാണ് നമുക്കുണ്ടാകേണ്ടത്. പെട്ടെന്ന് എല്ലാം അങ്ങ് നശിച്ചു പോയെന്ന് വിചാരിക്കരുത്. അതങ്ങ് പറയുമ്പോൾ അയ്യോ ഇങ്ങനെ ആകാൻ ഈ സഭ നശിച്ചു പോകും, ആ ഒരു വാക്ക് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് വരരുത്. സഭ ഒരിക്കലും നശിക്കില്ല.
നരക കവാടങ്ങൾ അതിനെതിരെ ബലപ്പെടില്ല എന്ന് കർത്താവ് ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നതാണ്. സഭ കർത്താവ് ഈശോമിശിഹയാണ്. സഭ വിജയിച്ച കർത്താവാണ്. സഭയ്ക്ക് വേണ്ടി ക്രിസ്തു രക്തം കൊടുത്ത് വിജയിപ്പിച്ചതാണ്, ജീവൻ കൊടുത്ത് വിജയിപ്പിച്ചതാണ്. അനേകം രക്തസാക്ഷികളുടെ ചുടുനിണത്താൽ വളർന്നതാണ് സഭ. അതെങ്ങനെ നശിക്കണേ? ഇതെന്ത് ആൾക്കാർ പറയുന്നത് ആകെ നശിച്ചു പോകും, ആകെ നശിച്ചു പോകും എന്നൊക്കെ പറയണ കേട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു വിശ്വാസത്തിൻ്റെ കുറവാണ് ആ പറയണത്. സഭ നശിച്ചു പോകും, ഇങ്ങനെയൊക്കെയാണ് ഈ സഭ നശിച്ചു പോകും, ആകെ എല്ലാം മാറിപ്പോവും. ഒന്നും മാറാൻ പോകുന്നില്ല. ആരാണ് സഭയെ നയിക്കുന്നത്? കർത്താവ് ഈശോ മിശിഹായും പരിശുദ്ധാത്മാവും പരിശുദ്ധാമ്മയും സകല വിശുദ്ധന്മാരും എല്ലാം അടങ്ങുന്ന ഈ സഭ എങ്ങനെ നശിക്കുന്ന ഈ പറയണേ നമുക്ക് നൽകുന്നു ഒരമ്മയുടെ ദീർഘവീക്ഷണം. എന്താ അമ്മയുടെ ദീർഘവീക്ഷണം? നമ്മുടെ തന്നെ കുടുംബത്തിൽ നോക്കൂ, നമ്മുടെ അമ്മ കുഞ്ഞുങ്ങളെക്കുറിച്ച് എന്തോ ഒരു ദീർഘവീക്ഷണത്തിലൂടെയാണ് ജീവിക്കുന്നത്. നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. അമ്മ മാത്രമല്ല, അപ്പനും. അപ്പം ആ ദീർഘവീക്ഷണത്തോടെ അവൾ തൻ്റെ ആരാധനയിൽ കർത്താവിൻ്റെ വചനം, അതാണ് വിശുദ്ധ വചനം, വിശുദ്ധ കുർബാനയാവുന്ന പോഷണം അനുദിനം സമൃദ്ധമായി നമുക്ക് നൽകുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിച്ച് നന്ദി പറഞ്ഞു നമുക്ക് ആ സഭയെ അങ്ങ് സ്നേഹിക്കാം. താങ്ക് യു.